പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നത് വളരെയധികം ഞെട്ടിക്കുന്ന വാർത്തകളാണ്. ഓരോ നിമിഷവും പുറത്തു വരുന്നത് ആശങ്ക നിറഞ്ഞ വാർത്തകളാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ചില കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഇറാൻ അമേരിക്ക സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. ഇറാനിലെ സിരി കിഴക്കൻ ഹോർമോസ്ഗാൻ, ബാംപൂർ, ചാബഹാർ, ബന്ദർ അബ്ബാസ്, അഹ്വാസ്, ഗേഷം ദ്വീപ് എന്നിവിടങ്ങളിൽ തുടർച്ചയായ സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഇതിന് പിന്നാലെ ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാൻ തിരിച്ചടി നടത്തിയതായും വിവരം വരുന്നു. ഹോർമൂസ് കടലിടുക്കിലും സ്ഥിതിഗതികൾ അതീവ സംഘർഷഭരിതമാണ് എന്നാണ് വിവരം. 2 UAE സൂപ്പർ ടാങ്കറുകൾ ആക്രമിക്കപ്പെട്ടതായും നിരവധി നാവികരെ കാണാതായതായും റിപ്പോർട്ടുകളുണ്ട്. കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ അന്താരാഷ്ട്ര സമുദ്ര സംഘടന അപലപിച്ചിട്ടുണ്ട്. സംഘർഷം ഗൾഫ് മേഖലയിൽ ആകെ ആശങ്ക ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ബഹ്റൈനിലെ അമേരിക്കൻ നാവിക കേന്ദ്രവും ഷെയ്ഖ് ഈസ എയർബേസും ലക്ഷ്യമിട്ടതായി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു. ബഹ്റൈനിൽ നിരന്തരം സൈറൺ മുന്നറിയിപ്പുകൾ മുഴങ്ങുന്ന സാഹചര്യമാണ് ഉള്ളത്. അതേസമയം ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും പ്രതിരോധിച്ചതായി കുവൈറ്റ് അറിയിച്ചിട്ടുണ്ട്. ആക്രമണത്തെ തുടർന്നുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാണ് എന്നും കുവൈറ്റ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിനിടെ ഇറാനെതിരായ സൈനിക നടപടി തുടരുമെന്ന നിലപാട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു പറയുകയാണ്. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് വരെ ആക്രമണം തുടരുമെന്നും ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും ഉൾപ്പെടെയുള്ള പ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിടുമെന്നുമാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത്. ഫെബ്രുവരി 28 മുതൽ തുടരുന്ന സംഘർഷത്തിൽ ഇതുവരെ 13 ഇന്ത്യൻ പൗരന്മാർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ട് കൂടിയുണ്ട്. ഈ മാസം 12-ന് GFS ഗാലക്സി എന്ന കപ്പലിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ കാണാതായ ഇന്ത്യൻ നാവികനായ പുനെ സ്വദേശി മരിച്ചതായുള്ള സ്ഥിരീകരണം കൂടി പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും സംഘർഷ പശ്ചാത്തലത്തിൽ വിദേശ കപ്പലുകളിലുള്ള ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ശക്തിപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പുതിയ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്ക ഇപ്പോൾ പശ്ചിമേഷ്യയിലാകെ നിൽക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചും വലിയ ആശങ്കയാണ്. അമേരിക്ക ഇറാന് നേരെ കടുത്ത ആക്രമണം നടത്തുമ്പോൾ ഇറാൻ തിരിച്ചടിക്കുന്നത് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയാണ്. അതുകൊണ്ട് വലിയ ആശങ്ക നിലനിൽക്കുന്നു.